എന്താ സർ പ്രശ്നം? അതാരാ? അതാണ് അഡ്വക്കേറ്റ് രാമോഹൻ, അവന്തികയുടെ പുതിയ അഡ്വക്കേറ്റ്. ഓ, അത് ഇയാളാണോ? അല്ല, അയാൾ എന്തിനാ സാറിനോട്? എന്നെ ഒന്ന് വെല്ലുവിളിക്കാൻ നോക്കിയതാ. ഈ കേസില് ഞാൻ തോക്കുമെന്ന് അദ്ദേഹം പറയുന്നത്. അത് സാറിന് അയാൾക്ക് ശരിക്കും അറിയാത്തതുകൊണ്ട് പറഞ്ഞതാ. ഈ കേസ് സാറ് തന്നെ ജയിക്കും. അങ്ങനെ പ്രത്യേകമായൊരു വാശിയോടുകൂടി ഞാൻ ഇന്നും ഒരു കേസും വാദിച്ചിട്ടില്ല. പക്ഷേ ഈ കേസ് അതെനിക്കൊരല്പം പേഴ്സണൽ കൂടിയാ. കാരണം ഈ കേസ് ഞാൻ വാദിക്കുന്നത് എൻ്റെ സമൃദ്ധിക്ക് വേണ്ടിയാ. സാർ, എനിക്ക് മനസ്സിലായില്ല. സമൃദ്ധിയോടുള്ള എൻ്റെ പ്രായശ്ചിത്തമാണെന്ന് കരുതിയാൽ മതി. ആഹാ, ഇതാരാ സമൃദ്ധയോ? എന്താ മുന്നറിയിപ്പൊന്നും ഇല്ലാതെ? വാ. ഒരുപാട് നാളായല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോ അവന്തികയെ വന്നൊന്ന് കാണാന്ന് വിചാരിച്ചു. ഇരിക്ക്. അതേതായാലും നന്നായി കേട്ടോ. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കായിരുന്നു. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? എന്തായാലും മതി, ഞാനിപ്പോ എടുത്തിട്ട് വരാം. അതെന്തിനാ അവന്തിക പോകുന്നേ? സഹായത്തിന് ആ അമ്മായി മോള് ഇവിടെ ഉണ്ടല്ലോ. ഉണ്ടായിരുന്നു, പക്ഷെ അവരെ ഞാനങ്ങ് പറഞ്ഞു വിട്ടു. അതെന്തു പറ്റി? അതൊക്കെ പറയാം. ആദ്യം കുടിക്കാൻ എന്തേലും എടുക്കട്ടെ. രാജു, ഞാനിവിടെ എത്തി. ഓക്കെ, സൂക്ഷിക്കണം. താങ്ക് യു. അല്ല, ഈ അമ്മായി മോളെ എന്തിനാ പറഞ്ഞു വിട്ടെ? അവര് അവന്തിക്കൊരു ഹെൽപ്പായിരുന്നില്ലേ? അല്ല, രണ്ടും മഹാകള്ളികളായിരുന്നു. ഇപ്പൊ വന്ന കേസിന്റെയൊക്കെ പിന്നിൽ അവരാണോന്ന് പോലും എനിക്ക് ബലമായ സംശയമുണ്ട്. ഓ, ആണോ? എന്നിട്ട് അവന്തിക അവരോടൊന്നും ചോദിച്ചില്ലേ? ചോദിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ രണ്ടിന്റെ കള്ളി വിളിച്ചതായത്. രണ്ടിനോടും ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ തന്നെ ബാഗും സാധനങ്ങളും എടുത്ത് 2 സ്ഥലം വിടുകയും ചെയ്തു.